അട്ടപ്പാടി താഴ്വാരത്തിലൂടെ ഞങ്ങളുടെ നടത്തം തുടരുകയാണ്. ഇരുവശത്തും നല്ല പച്ചപ്പ് കാണാം. ഞങ്ങൾക്ക് മുമ്പിലായി വേറെ ആൾക്കാർ നിൽപ്പുണ്ട്. പേര് വെള്ളിനിരാണ്, വൈദ്യരാണ്. നല്ല മൂപ്പൻ്റെ മകനാണ്. ഇത്രയും നല്ല വഴി വിട്ടിട്ടാണ് ഇതിൽ കൂടി ഇറങ്ങി അല്ല ഇതിലാണ് അവിടുന്ന് പോയി. ഇത് സ്ഥലപ്പേരേതാ? അപ്പണ്ണൂര് അല്ലേ? താഴെപ്പണ്ണൂർ അല്ലേ? കാട്ടുനാരകം. ഞാൻ ഈ കാട്ടുനാരകത്തിന്റെ മണ്ടയിലേക്ക് കയറാൻ പോവുകയാണേ. ജെല്ലിപ്പാറ മൗണ്ട് കാർമൽ LP സ്കൂളിലെ ആണല്ലേ? അട്ടപ്പാടി പ്രദേശത്ത് തന്നെയുള്ള ഒരു സ്കൂളിലെ അധ്യാപകനും ബന്ധുക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളോട് സംസാരിച്ചത്. അവർ ഇന്ന് അവധി ദിവസമായതിനാൽ പച്ചപ്പിൻ്റെയും കുന്നുകളുടെയും ഒക്കെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി എത്തിയതാണ്. ഇത് തിന്നാൻ നാരങ്ങ പോലെയല്ലേ ഇരിക്കും? വിഷമാണ്. ഇത് മരുന്നിന് അങ്ങനെ എടുക്കാറുണ്ട്? മരുന്നിനെ എടുക്കുന്നുണ്ട്, തൊലി എടുക്കും. അതായത് ഈ നാരങ്ങയുടെ തൊലിയാണോ അതിൻ്റെ പട്ടയാണ്? മരത്തിൻ്റെ പട്ടയെടുക്കും, അല്ലാതെ ഇതിൻ്റെ തോളൊന്നും എടുക്കില്ല. ഇത് എന്തോ ചികിത്സയ്ക്കാണ് സാധാരണ ഗതി ഉപയോഗിക്കുന്നത്? മഴ സമയത്ത് നടന്നാണ് ഇങ്ങനെ ഈ സ്റ്റെപ്പ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇത് മനുഷ്യ ഉണ്ടാക്കിയ സ്റ്റെപ്പല്ല ഈ കാണുന്നത്. കാട്ടുമൃഗങ്ങളും കന്നുകാലികളും നടന്നു. അത് മഴ സമയത്ത് അത് സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരേ കണക്കിനായതുകൊണ്ടാണ് ഈ ഇതാണ്. അതാണ് ഇവിടെ റോഡ് സാറേ വേണം. ഈ ടൂറിസ്റ്റ് കേന്ദ്രം നടക്കാനുള്ള റോഡ് ഒന്നും അവരുടെ കച്ചറ ഭാഗത്ത് നിന്ന് റോഡ് വേണ്ട. ഇവിടെ തന്നെ സർക്കാർ ഒന്നും ആകർഷിച്ച് അവർ നനച്ച് വെച്ചിട്ട് ഏതില്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മുളം കാട്ടിൽ കൂടെ പോവുകയാണ്. ഇങ്ങോട്ടാ ഇങ്ങോട്ട് പോകും. ഇതിൽ ഒരു കച്ചറയിലെത്താ രീതിക്ക്. അതായത് നമ്മൾ ഈ മുമ്പേ പോകുന്നവർ ഇടുക്കിയിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളാണ്. അവർ ഇങ്ങനെ വഴി തെളിഞ്ഞ് കിടക്കുന്ന കണ്ടുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവന് വഴി കാണിച്ചു കൊടുക്കാനാണ് നമ്മൾ പോണത്. അപ്പോൾ അവർക്ക് വഴി വീണ് പിടിച്ച അതിൽ വേണ്ട, അതിലെന്തിനാ പോണത്? അതിന് വഴിയൊന്നുമില്ല, പിന്നെ തെറ്റി പോകണം. ഇങ്ങോട്ട് നടക്കി. അപ്പോൾ നമ്മളുടെ അതന്നെ അത് കാടാണ്. ഇത് മുള്ളു ചെടിയൊക്കെ ഉണ്ട്. കാട് കൂടി പോകാൻ പറ്റും നിങ്ങള്? അപ്പോ ശരി പോകണം. നിങ്ങൾ എവിടെ ഇടിക്കുന്ന പോവാണെങ്കിൽ എവിടെ നിന്ന് പറഞ്ഞത്? അവരിടുക്കി, ഞങ്ങൾ കൊല്ലം. നമ്മള് വന്ന വഴി ഏതാ? അതായത് ഇവര് ഇവിടെ ഈ സ്ഥലമൊക്കെ വന്ന് കണ്ടുപോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. പേരെങ്ങനെ? നിതിൻ എവിടെ താമസിക്കുന്നത്? ഞാൻ കൊല്ലക്കാരനാണ്. ശരി ശരി. അപ്പോൾ ഇദ്ദേഹം ഞാൻ ഇവിടെ സ്കൂളിലാണ്. വീട് ഇടുക്കിയില്ല. ഇവിടെ ഏത് സ്കൂളിലാണ്? ഇവിടെ അഗളിയിലെ ഏകലവ്യ മോഡൽ ക്ലാസ്. നമ്മളുടെ അഗളിയിലെ ഒരു സ്കൂൾ അധ്യാപകനാണ്. ഇവരൊക്കെ ഇന്ന് ഒരു അവധി ആയതുകൊണ്ട് ഈ മലയൊക്കെ കയറി, ഇടുക്കിയിലെ മലയും അവർ കണ്ടതാണ്. എന്നാലും ഈ മലയും അവർക്ക് കാണണമെന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവരുടെ വഴി എന്താണെന്ന് വെച്ചാൽ ശരിക്കും കാണിച്ചു കൊടുക്കും. അങ്ങോട്ട് പോയാൽ ഇവിടുത്തെ ആൾക്കാരെ രാവിലെ കൊല്ലത്തിലെ ആൾക്കാരെ വന്നിട്ട് ഇതിൽ പോകുമ്പോൾ ഞാനാ പ്രിൻസിപ്പളാ നമ്മുടെ കിലല്ലേ പൊട്ടിപ്പുറത്ത് ഇവിടെ അല്ലേ? അവിടെ
അതെ 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 അത് കാണണം. നമ്മുടെ ടൂറിസ്റ്റ് ഈ ഭാവിയിൽ ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഇതിൽ ആരെങ്കിലും ഇത് കണ്ടിട്ട് മുൻകൈ എടുക്കണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. അതെ ഒരു റോഡ് ഇതിലെ എൻ്റെ വീട്ടിൽ കൂടി ഇങ്ങനെ ആ വെള്ളിഞ്ചേരിയുടെ വീട്ടിൽ കൂടി ഇതിലെ റോഡ് ശല്യത്താണ് അത് അത് തരണം. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു മുളങ്കാട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സാറേ റോഡ് വന്നാൽ ഒരാളെ ശല്യമല്ല, ആരും തടയില്ല. ഇവിടെ ഭയങ്കര കച്ചവടമാണ് ആൾക്കാരുണ്ട്. ഭാവിയിൽ റോഡ് ഉണ്ടാക്കാം ഉണ്ടാക്കുന്നത് നീ കൊഞ്ചം കൈ എടുക്കണം. നീ കൈ എടുത്താൽ പറ്റും. ജനങ്ങൾക്ക് നീ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക. അല്ല ജനങ്ങൾക്ക് വേണ്ടി അവർ നേരെ വന്ന് പോട്ടെ. അവർ വരുന്ന ഇവിടുത്തെ രീതിയിലാക്കും ആക്കുന്നുണ്ടാവുന്നു. ജനങ്ങൾ വന്ന് എമാക്കൊണ്ട് പോകാൻ ഉണ്ടാവും. അപ്പോൾ എന്താ അത്ര അങ്ങ് പോയിട്ട് പറ്റണം. അപ്പം തേരിയൊക്കെ കയറിയപ്പോഴത്തേക്കും ഇങ്ങനെ കിതയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിന് കുറച്ചുകൂടി പോയാൽ മതി നിങ്ങളുടെ വഴി എത്തി. അപ്പോൾ താഴേക്ക് നല്ല താഴ്ച ഉള്ള സ്ഥലമാണ് നമ്മൾ ആ കാണുന്നത്. ആ അതെ അത് പാക്കുള എന്നാണ്. പാക്കുള എന്ന് വെച്ചാൽ കടകൾ അതിൻ്റെ പേരാണ്, സ്ഥലത്തിൻ്റെ പേരാണ് പാക്കുള. അതായത് പാക്കുള എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ നല്ല കൃഷിയിടമൊക്കെ ഉണ്ട്, ഒരുപാട് കടകളുണ്ട്, നല്ല ജനവാസമുള്ള സ്ഥലമാണത്. അത് നമ്മുടെ രംഗവേദിയിലുള്ള സ്ഥലമാണ്. കൊല്ലാണ് നേരത്തെ വന്ന് കൊല്ലക്കാരെ കൊല്ലത്തിലുള്ള ആളിനെ. ഇത് തിരുവനന്തപുരം ഞാൻ തിരുവനന്തപുരം. തിരുവനന്തപുരം അമ്പലത്തറ. അമ്പലത്തറ അങ്ങ് സിറ്റിക്കകത്ത്. ഞാൻ അതിന് പുറത്ത് വെമ്പായം. നേരത്തെ വന്നിരുന്നു കൊല്ലത്തിലാണ്. ആ കുറച്ച് നടക്ക്. അതെവിടെ പോയാൽ കുഴപ്പമില്ല. കുറച്ചുകൂടി നടക്കും. നിങ്ങൾ അവിടെ നിൽക്കുന്നു, അവിടെ നിൽക്കും, അവിടെ നിന്നില്ല. നിങ്ങൾ ഇത്രയും പാടുപെട്ട് ഇറങ്ങണമെന്ന് എടുക്കട്ടെ. അതായത് ഈ പാറയുടെ ഇടയിൽ കൂടെയുള്ള വഴിയിൽ കൂടി അവരിങ്ങനെ വളരെ പാടുപെട്ടാണ് ഈ വഴി നടക്കുന്നത്. ഇവിടെ ദാണ്ട് എന്തോ കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. ആടിനെ വളർത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ആടിനെയൊക്കെ മയക്കുന്ന സ്ഥലമാണ്. വീണ്ടും ഒരു മുളങ്കൂട്ടം കാണുന്നു. അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് കയറി പോവേണ്ടി വരും. ನಮ್ಮ ಕೊಟ್ಟು ನಮ್ಮ ശ്രദ്ധിക്കുന്നുള്ളത് അല്ല, ഇവിടെ കൈ വെച്ച് പിടിക്കണം, ആവി അടിക്കും. കഴിഞ്ഞു നിങ്ങളുടെ വഴി കഴിഞ്ഞു, കുറച്ചുള്ളൂ, പേടിക്കണ്ട. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വീണ്ടും മല കയറി. ഇവിടെയും ഉറുമ്പിൻ്റെ ചില പരിപാടികൾ മനോഹരമായി. ഇത് എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഉറുമ്പ് ഈ കോട്ട അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന്. അതും ഇത്രയും ചെറിയ ജീവിയാണത്. പക്ഷേ അത് എത്രയോ മാസങ്ങൾ പണിപ്പെട്ടാണ് ഇത്തരം കോട്ടകൾ അത് നിർമ്മിക്കുന്നത്. അത് ഒരു ഇറമ്പ് പോലും ചുമ്മാ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഇറമ്പ് പോലും വിശ്രമിക്കുന്നില്ല, അവ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ ഈ കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. കെട്ടിൻ്റെ കമ്പണ കണ്ടേരാ, അത് കുളിച്ചതിൻ്റെ തോണി കണ്ടേരാ, അതില്ല. അപ്പോൾ കാണതിന് വേണ്ടി വായെന്താ ആനെന്താ കണ്ടു പോകാറല്ല, തോണി എന്താലേ പകുതി മക്ക പോകണോ.
അതെ Di Syokar. Coba, Syokar,